എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീയുടെ മാറിടങ്ങൾക്കുമുണ്ട് ചില രഹസ്യങ്ങൾ. ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സ്ത്രീ സ്തനങ്ങളെല്ലാം ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അറിയുക. ലൈംഗിക ബന്ധത്തിനിടെ നിങ്ങളുടെ പങ്കാളിയെ ആനന്ദമൂർച്ചയുടെ പാരമ്യതയിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ശരീരഘടന ഏത് രീതിയിലുള്ളതാണെന്ന് വ്യക്തമായ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. സ്ത്രീയുടെ മാറിടങ്ങളുടെ വലിപ്പവും ആകൃതിയും അനുസരിച്ച് അവയോടിടപെടേണ്ട രീതി എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. വലിപ്പമുള്ള മാറിടങ്ങൾക്ക് മറ്റുള്ളവയേക്കാൾ 24% സംവേദനക്ഷമത കുറവാണ് എന്നതാണ് ഗവേഷകർ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്തനത്തിൻ്റെ കണ്ണിൽ നിന്നും സംവേദനങ്ങളെ പ്രസരണം ചെയ്യുന്ന നാഡികൾ വലിപ്പമുള്ള സ്തനങ്ങളിൽ വലിച്ചു നീട്ടപ്പെടുന്നതിനാലാവാം ഇപ്രകാരം സംഭവിക്കുന്നത് എന്നാണ് ഒരു പ്ലാസ്റ്റിക് സർജറി വിദഗ്ധൻ പറയുന്നത്. വലിയ മാറിടങ്ങളുള്ള സ്ത്രീയുടെ കൈയിടുക്കിനരികിലുള്ള സ്തനത്തിൻ്റെ ബാഹ്യഭാഗങ്ങളെ നാവുകൊണ്ടോ അല്ലെങ്കിൽ വിരൽത്തുമ്പ് കൊണ്ടോ ഉദ്ദീപിപ്പിക്കാം. നാവുകൊണ്ട് തന്നെ ഒഴിയുന്നത് പോലെയുള്ള അനുഭവം ഉണർത്തുകയും ചെറുതായി അമർത്തുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി സ്തനവലിപ്പം കുറവാണെങ്കിൽ കൂടുതൽ പേശീചലനങ്ങൾക്ക് വിധേയമാക്കപ്പെടാനുള്ള ശേഷി അവക്കുണ്ടാവും. അത്തരം മാറിടങ്ങൾ കൈവെള്ളയിലെടുത്ത് ബാഹ്യലീലകളിൽ ഏർപ്പെടാവുന്നതുമാണ്. എന്നാൽ ഇടിഞ്ഞു താഴ്ന്ന സ്തനങ്ങൾക്ക് സംവേദനക്ഷമത ഒട്ടും കുറവായിരിക്കും. അവയിലെ നാഡികൾ വലിഞ്ഞു തൂങ്ങിയതാണ്. എന്നതുകൂടാതെ സ്തനങ്ങൾ താഴേക്ക് തൂങ്ങിയ സ്ഥിതിയിലായതിനാൽ അതിൻ്റെ ഭാരം മൂലം അവയിലെ നാഡികൾ ഞെരുങ്ങിപ്പോകുകയും ചെയ്യുന്നതിനാലാണിത്. ഇത്തരത്തിലുള്ള മാറിടങ്ങളുള്ള സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരെ മലർത്തിക്കിടത്തുക. അപ്പോൾ സ്തനങ്ങൾ ശരീരത്തോട് പറ്റിച്ചേർന്ന് വരുന്നതിനാൽ നാഡികളുടെ വലിഞ്ഞു നീണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരികയും അവ സ്പർശനത്തിന് കൂടുതൽ സംവേദനക്ഷമതയുള്ളതായി തീരുകയും ചെയ്യുന്നു. സ്തനവലിപ്പമോ ആകൃതിയോ വ്യത്യാസപ്പെടുന്നതിനായി ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്തനങ്ങൾക്ക് ഉള്ളിൽ വച്ചിട്ടുള്ള ഇംപ്ലാന്റുകൾ സ്പർശനം തിരിച്ചറിയാനുള്ള ശേഷിയെ ദോഷകരമായി ബാധിക്കില്ലെന്നും മനസ്സിലാക്കുക. എന്നാൽ അങ്ങനെയുള്ള സ്തനങ്ങളിൽ ബലം ചെലുത്തുമ്പോൾ ഇംപ്ലാന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങുന്നതായി അനുഭവപ്പെടും. അങ്ങനെയുള്ള മാറിടങ്ങൾ ഉള്ളവരോട് ഇടപെടുമ്പോൾ സ്തനത്തിന്റെ ബാഹ്യഭാഗങ്ങളിലാവണം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. സ്തനങ്ങളുടെ അടിഭാഗത്തു നിന്നും മുകളിലേക്കും അതുപോലെ സ്തനക്കണ്ണുവരെയും നാവ് ഉപയോഗിച്ചും വൃത്താകൃതിയിൽ തുടർച്ചയായി സ്പർശിക്കാവുന്നതാണ്. പ്രസവം കഴിഞ്ഞ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ സ്തനക്കണ്ണുകൾ അപ്പോൾ കൂടുതൽ മൃദുവായിരിക്കും എന്നും ഓർമ്മയിൽ വെക്കുക. തന്മൂലം സ്തനക്കണ്ണുകൾ ഒഴികെയുള്ള സ്തനങ്ങളുടെ കീഴ്വശങ്ങളാവണം സ്പർശനത്തിനായി കൂടുതലായി തിരഞ്ഞെടുക്കേണ്ടത്. മാറിടങ്ങൾക്ക് കൈത്താങ്ങൽ നൽകുന്ന രീതിയിൽ സ്തനങ്ങൾ കരങ്ങളിലെടുത്ത് വേണം ആ സമയങ്ങളിൽ ഇടപെടേണ്ടത്. ഇത് സ്ത്രീകൾക്ക് ഒരു വ്യത്യസ്ത അനുഭവം നൽകുന്നു. എന്നാൽ സ്തനക്കണ്ണുകളെ തീർത്തും അവഗണിക്കണമെന്നില്ല. ചില സ്ത്രീകൾക്ക് സ്തനക്കണ്ണുകളെ ഉദ്ദീപിക്കുന്നതിൽ തന്നെ രതിമൂർച്ചയിലെത്താനാകും. എന്നാൽ സ്തനക്കണ്ണിന്റെ സംവേദനക്ഷമത ഓരോ സ്ത്രീയിലും വ്യത്യാസപ്പെട്ടിരിക്കും എന്നതിനാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അതുപോലെ വലിപ്പമേറിയ സ്തനക്കണ്ണുകളിൽ നാഡികൾ കൂടിച്ചേരുന്ന കൂടുതൽ ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമെന്നതിനാൽ അവയുടെ സംവേദനക്ഷമതയും കൂടുതലായിരിക്കും. 3% സ്ത്രീകളിൽ സ്തനക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞാണ് കാണപ്പെടുന്നത്. ഇത് ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടാണ്. എങ്കിലും നാഡികൾ കൂടിച്ചേരുന്ന ഭാഗങ്ങൾ ഇവയിലും മറ്റേതൊരു സ്തനത്തിലേതുപോലെ തന്നെയായിരിക്കും. ഇത്തരം സ്തനക്കണ്ണുകളുള്ള സ്ത്രീകൾ സാധാരണ എല്ലാവർക്കും ഉള്ളതുപോലെ സ്തനക്കണ്ണുകളല്ല തങ്ങൾക്കുള്ളത് എന്ന അപകർഷതാബോധം വെച്ച് പുലർത്തുന്നവരുമായിരിക്കും എന്നാണ്. അതിനാൽ അവളുടെ സ്തനങ്ങളെക്കുറിച്ച് അവൾക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ സംസാരിക്കുന്നത് പ്രയോജനപ്രദമായിരിക്കും.